ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അതായത് കുറേ കാലത്തിന് ശേഷം നമ്മൾ വ്ളോഗ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്തിരുന്നു വിചാരിക്കുന്ന കുറേ ആൾക്കാരെ മെസ്സേജൊക്കെ കണ്ടിരുന്നു. അതായത് ഇനി വ്ളോഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വീണ്ടും നമ്മൾ തിരിച്ചൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ കാണിച്ചു തുടങ്ങി ഓണപ്പരിപാടി, കുടുംബത്തൊരു ഓണപ്പരിപാടി. അപ്പോൾ സദ്യ പരിപാടികളൊക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കായിരുന്നു പരിപാടി. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യാൻ ഒന്നാമത് ലേറ്റ് ആയിട്ട് നമ്മൾ വന്നത്. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ നേരെ ഇനി ഗെയിംസ് പരിപാടികളോട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ കാലാവസ്ഥ കാണിച്ചു കൊടുക്കും. ഇപ്പം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, ഓണപ്പരിപാടിയൊക്കെ വെള്ളത്തിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പുറത്തൊരു വീട്ടിൽ. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോവാണ്. അപ്പോൾ പിള്ളേരൊക്കെ വണ്ടി കയറിയിരിക്കുന്നുണ്ട്. നമ്മൾ ഒരു ക്ലാസിക് അംബാസിഡർ ഇറക്കിയിരിക്കുന്നു. മൊത്തം സെറ്റ് അല്ലേ? സെറ്റ് അവിടെ സെറ്റ് ഇതെന്താ ബാക്കില് എല്ലാരും അല്ലേ? നമുക്ക് അങ്ങനെ നടക്കാം. മിജുബായിന്റെ ഡിക്കി കേട്ടേനു. നിങ്ങള് അല്ല മിജുബായിനെ ഡിക്കി കയറ്റിയാലോ? മിജുവാണ് വരുന്നേ. അങ്ങോട്ടോ മിജു അവിടെ ഒറ്റക്കായിട്ടേ. മുണ്ട് എടുക്കാൻ അറിയില്ല കേട്ടോ. കാണിച്ചു കൊടുത്തേ. മുണ്ട് എടുക്കാനും അറിയില്ല. മുണ്ട് ഏത് നിമിഷം ഓരി പോകുന്ന ഒരു ഇതിലാണ് മിജു ഓട്ടി വരുന്നത്. ബാ നമുക്ക് മുണ്ടെടുക്കാൻ വലിയ ഐഡിയ ഇല്ല. ബാ പോവല്ലേ, പരിപാടി ഉഷാറാക്കണ്ടേ. ഇപ്പൊ നമ്മുടെ ഷാമോനെ, മിജു, റിച്ചു എല്ലാരും ഉണ്ട്. റിച്ചുനെ കാണിച്ചു തുടക്കി. അന്നെ കാണിച്ചോ? അയ്യോ ഇതിപ്പോ വണ്ടി എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എല്ലാവരും മിജു വണ്ടി കയറി മാസന്റെ എടുക്കാം. ഡിക്കോർന്ന സീനാവോ? ഡിക്കി കയറ്റിയ സീനാവോ? സീനൊന്നുമില്ല. മിജുവോ കൊല കൊടുക്ക്, പിള്ളേരിൽ കൊല കൊടുക്ക്. കൊല പിടിച്ചിറങ്ങട്ടോ. അല്ല വാഴക്കൊല ഉണ്ടേ. അടിപൊളി. അപ്പൊ റിച്ചുവിനെ മുണ്ടതിന്റെ ഗ്യാപ്പിൽ കഴിഞ്ഞിട്ടോ. അവിടെ വണ്ടി വരും. മിജോ വൺ എൻട്രി വേണം കേട്ടോ. വണ്ടി വരും. മാറുന്നാളെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കി. എടാ എല്ലാരും വന്ന് എൻട്രി പ്രതീക്ഷിക്കട്ടെ. അതിന് മാത്രമല്ല ഒന്നുമില്ല. ഇജ്ജി മൈക്കിൽ വിളിച്ചറിയില്ലേ? തുറക്കണ്ടേ? പനമ്പാടിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് ഷാമോനും പിള്ളേരും ഇതാ കടന്നു വരുന്നു. എല്ലാരും വൻ കോസ്റ്റ്യൂമിലാട്ടോ. ഇതിങ്ങനല്ലേ? അയ്യോ ഇതിങ്ങനെയായിരുന്നു. കേറ്റി എല്ലാരും ഒന്ന് കൈയടിച്ച് പാസ്സാക്കി. കടന്നു വരുന്നു. മിജുവും കൊലയും. ഇറങ്ങി വരി. താകൃതാളം നല്ല. മുത്തേ രായ കൊടുക്ക്. അപ്പൊ നമ്മളെ പരിപാടി മഴ ഉണ്ടോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. എല്ലാരും സെറ്റ് സാരിയും വണ്ടി. അപ്പൊ നിക്കി സാരിയൊക്കെ ഇട്ടിട്ട് ഫുൾ സെറ്റാണ്. അപ്പൊ എല്ലാരും സെറ്റാണ്. അപ്പൊ ഇനി ഓണപ്പരിപാടിയിലോട്ട് കിടക്കണം. ഞങ്ങളെ കുടുംബത്തിൽ എല്ലാരും കൂടി കൂടുകയാണ്. അപ്പൊ പിന്നെ ഈ ഒരു ഓണാഘോഷത്തിന്റെ ഒരു ഇതായ കാരണല്ലേ ആ ഒരു എല്ലാരും കൂടി ഒന്ന് കൂടാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് എന്ത് വിചാരിച്ചു പറയാ, ഒരു സദ്യ ഒക്കെ ആയിട്ട് എല്ലാരും കൂടി കൂടാന്നാക്കി. ഉച്ചക്ക് കഴിഞ്ഞു ഞങ്ങൾ എല്ലാരും കൂടി. അപ്പൊ പിന്നെ മക്കളെ തട്ടിക്കൂട്ട് അല്ലേ. മഴ പെയ്യില്ലാന്ന് ചോദിച്ചു. മിജു സെറ്റല്ലേ? മിജുവിന്റെ അതൊന്ന് കാണിച്ചമ്മ. ഫുട്ബോളിൽ കപ്പടിച്ചേ ആ ഒരു ഫോട്ടോ മൊബൈലില്. എവിടെ എനിക്ക് മണക്കി കുത്താനൊക്കെ അറിയോ? മൊബൈൽ എടുക്കുക കാണിക്കട്ടെ. മുത്തേ മണിയേ. എന്താണ് ഓണായിട്ട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? മഴയാണല്ലേ? ഓണായിട്ട് മഴയാണ്, വേറൊന്നും പറയാനില്ല. അപ്പൊ നമ്മളെ ലെമൺ സ്പൂണും വടംവലി ഇല്ല. വടം കുറെ തപ്പിമ്മ, വടം കിട്ടിയില്ല. എല്ലാം മഴയത്താവും. മിജു കപ്പടിച്ചിട്ടോ. ഞാൻ ഇവിടെ നാട്ടിലില്ല. അപ്പോൾ കപ്പടിച്ചിട്ട് എനിക്ക് കാണിച്ചു തന്നിക്ക.
നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടേക്ക. അപ്പോൾ ഞാൻ വിചാരിച്ച് കപ്പടിച്ച് വിന്നേഴ്സിൻ്റെ കപ്പുണ്ട് ഇവിടെ. പിന്നെ കണ്ടത് എന്താ വെച്ചാൽ ബെസ്റ്റ് ഡിഫൻഡർ. ഓ ഞാൻ മിജുവിനെ വിളിച്ച് അടിപൊളി സീൻ, എന്നെ കൊണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യൊക്കെ കൊടുത്ത് സീനാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് വിന്നർ നമ്മൾ അടിച്ചു, ബെസ്റ്റ് ഡിഫൻഡർ അവൻ്റെ കൂട്ടുകാരൻ കിട്ടിയതാണ്. അപ്പോൾ ഫോട്ടോക്ക് വേണ്ടി അവനൊന്ന് എടുത്ത് ഫോട്ടോ എടുത്താണ്. വിളിച്ചോ? എന്താ എന്നിട്ട് എന്താ പറഞ്ഞേ? അപ്പൊ ഇന്നലെ ഒരു ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ സൗണ്ടിന് അവിടെ ഉണ്ടോ? ആ എൻ്റെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ സൗണ്ട് ശ്യാമോനെ പരിപാടി വിളിക്കോ. കസാര കളി കസാരല്ലേ, കസാര അവിടെ നിർത്തി നീ. ആ അപ്പോൾ വാ. അപ്പോൾ എന്താ വെച്ചാൽ സൗണ്ടൊന്നുമില്ല, സൗണ്ടൊക്കെ ആകെ പോയി. എൻ്റെ സൗണ്ട് ശ്രദ്ധിച്ച വ്ളോഗ് കാണുന്നവർക്ക് അറിയുണ്ടാവും എൻ്റെ സൗണ്ടിൽ വ്യത്യാസം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു, പരിപാടിയൊക്കെ കൂടിയതിന് ശേഷം സൗണ്ടൊക്കെ ആകെ പോയി. അപ്പോൾ ഞാൻ വന്നിട്ട് ഇന്നലെയും വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്നലെ സൗണ്ട് റെഡി ആയില്ല. ഇങ്ങനെ കാറിയിട്ട് വന്നീന്, ഇപ്പോഴാണ് റെഡി ആയത് അല്ലേ? ഇന്നലെ വന്നപ്പോൾ സന്തോഷമായോ? ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എന്താ അറിയോ, വ്ളോഗ് ഉണ്ടാവും. വ്ളോഗ് ഉണ്ട്, അതാണ് ഈ വ്ളോഗ്. ഇന്നലത്തെ വ്ളോഗ് പറഞ്ഞാൽ വീട്ടിൽ എത്തിയിട്ട് വ്ളോഗ് ഉണ്ടായാൽ മതി. അപ്പോൾ ഇന്നലേക്ക് സൗണ്ട് റെഡി ആയിട്ട് എപ്പോഴും സൗണ്ട് റെഡി ആയിട്ടില്ല, കണ്ടില്ലേ? ബാ, വാട്ട് യു വാണ്ട്? എന്ത് പറ്റി? ഐസ്ക്രീം വേണോ? You not ask like that. You need ice cream in this മഴ? You need ice cream? ഐസ്ക്രീം മേടിക്കും. ഒരു ഓണാശംസകൾ പറഞ്ഞിട്ടവർക്ക് ഇത് പറയും. ക്യാമറ നോക്ക്, ഒരു ഓണാശംസകൾ എല്ലാവർക്കും ഓണാശംസകൾ. ഓണസംസകൾ. ആ അതിൽ ലെമൺ സ്പൂൺ ആക്കാം. ഫസ്റ്റ് അടിക്കാൻ വേണ്ടി കാത്ത് കേട്ടോടെ. ഫുൾ യൂട്യൂബൊക്കെ നോക്കി ലെമൺ സ്പൂൺ, ഹൗ ടു വിൻ ഇൻ ലെമൺ സ്പൂൺ വിത്ത് ഫാമിലി മെമ്പേഴ്സിനൊക്കെ അടിച്ച് സെർച്ച് ചെയ്തിട്ട് മടക്കി കുത്ത് അടിപൂക്കുറ്റി മൂത്തമ്മമാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, കസാരക്കളിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ലെമൺ സ്പൂൺ, അതായത് ഉമ്മമാരും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ വന്നാവേശം. ഫസ്റ്റ് അടിക്കോ? ഫസ്റ്റ് അടിക്കോ ഇല്ലേ? ഇത്രയും കോൺഫിഡൻസിലാണോ ഇറങ്ങണേ? ഫസ്റ്റ് അടിക്കോ? സ്പിരിറ്റ് ഉണ്ടായാൽ മതി. ഇജുണ്ടോ? അടി. ഫസ്റ്റ് അടിക്കൂലേ? ആര് ജയിച്ചാലും ഇജി ജയിക്കണം. ആര് ജയിച്ചില്ലെങ്കിലും ഇജി ജയിക്കണം. സെറ്റിൽ. ഞാൾക്കല്ല ഇജി. ഓക്കെ സെറ്റല്ലേ? ഫസ്റ്റ് അടിക്കോ? ഇല്ലേ? ആർക്കും ഒരു കോൺഫിഡൻസ് ഇല്ലേ? ഫസ്റ്റ് അടിക്കോ? അതാണ് ആര് പറയണ്ടേ? ഫസ്റ്റ് അടിക്കോ? ആ പടച്ചോ നോക്കുന്നു. ഫസ്റ്റ് അടിക്കോ? അപ്പൊ എല്ലാരും ട്രൈ ചെയ്യ്. 7 കസാലേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും ഇരിക്കാനാണ് ഇന്നാ ഉള്ളി പോയിരുന്നോ? ഇത് കസാരക്കളിയാണ്. ഇരുന്നിലേക്ക് ഔട്ടായി. അപ്പൊ തുടങ്ങിയല്ലേ ശ്യാമനെ? സ്റ്റാർട്ട് പറയുമ്പോ ഇങ്ങനെ ടോടണ്ടി, ഇങ്ങണ്ടാ ടോടണ്ടി. ആ ഇങ്ങണ്ട. ആ ഇങ്ങണ്ട് അങ്ങണ്ടല്ലേ? ആ ഫസ്റ്റ് ട്രയൽ റിഹേഴ്സൽ കേട്ടോ. ഫസ്റ്റത്തെ വെറുതെ അല്ല, അങ്ങണ്ട്. നിങ്ങളിപ്പോ നിക്കണ ഭാഗത്ത് കൂടാ റെഡിയല്ലേ? ഈ തിരിഞ്ഞിക്ക് അങ്ങണ്ടല്ല, ഇവിടെ കസേര ഇവിടെ കസേര. സ്റ്റോപ്പറില്ല ഓട് ഇല്ല. പിന്നെ അങ്ങോട്ട് പോയാ പിന്നെ ഇങ്ങോട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. കറങ്ങി പോയിരിക്കും. സ്റ്റോപ്പ് പറയുമ്പോൾ ഇരിക്കാൻ പാടുള്ളൂ. പിന്നില്ലേ ഇതൊക്കെ ഈ കസാല കഴിഞ്ഞു പോയാലേ പിന്നെ സ്റ്റോപ്പ് പറഞ്ഞാൽ തിരിച്ചൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. കറങ്ങി വരണം. ഓക്കെ നമ്മൾക്കറിയാം റോള്. അപ്പൊ നമ്മളെല്ലാരും സൈഡിൽ നോക്കി ഓരോ നിൽക്കട്ടെ. കൊഴപ്പില്ല, എല്ലാ കസാലുമേ തൊട്ട് ഓടിക്കോ. ആരെങ്കിലും വന്നാ നേരെ ആ ഏതെങ്കിലും സ്റ്റോപ്പ് പറഞ്ഞാലേ കസാല പിടിച്ചാട്ട് വലിച്ചോ. സെറ്റല്ലേ?
ശ്യാമനെ തിരിഞ്ഞിക്ക് ഉമ്മ മാറി കൊടുക്ക് ഉമ്മ ശ്യാമനെ ഇങ്ങോട്ട് ഇല്ല ഓട് സ്റ്റോപ്പറില്ല അല്ലാ കുഴപ്പമില്ല ഫസ്റ്റ് അടി ഫസ്റ്റ് യെസ് ഫസ്റ്റ് പ്രൈസ് യെസ് ഫസ്റ്റ് പ്രൈസിന് ഒരു ഉണ്ണിയപ്പം എവിടെ ഉണ്ണിയപ്പം കൊടുക്ക് ഉണ്ണിയപ്പം തീർന്നോ എന്താ ബെങ്കൊരു ഉണ്ണിയപ്പം കൊടുക്ക് ഉണ്ണിയപ്പം തരട്ടോ അടി അത്രേ ഉള്ളൂ മുത്തേ അത് അടുത്ത കളി അടേ ആ മിജു ഭായ് ഔട്ടായി അതാ സെക്കൻഡ് പ്രൈസ് മിജുവിന് ഒരു പഴം കൊടുക്കി ശ്യാമനെ സ്റ്റാർട്ട് ഓടിക്കോ പ്രോത്സാഹിപ്പിക്ക് സ്റ്റോപ്പറിനില്ല അല്ല നിങ്ങള് അപ്പ് പറയുമ്പളേ സ്റ്റോപ്പ് കേക്കില്ല ഈ അപ്പ് സ്റ്റോപ്പ് നേരിച്ചിട്ട് നിർത്തുന്നു ആഹാ സെറ്റ് മുത്തേ തേർഡ് പ്രൈസ് ഓനക്ക് 3 ഉണ്ണിയപ്പോ ഓ ഞാൻ പറഞ്ഞില്ല എന്നെ കൊണ്ട് പറ്റുന്നു അടി അങ്ങോട്ട് അവിടെ കാണിച്ചെടുക്കി സുഹൃത്തുക്കളെ നാലുണ്ണിയപ്പം തരുന്നതല്ല അടുത്ത ആള് സെറ്റാ അടിപൊളി നല്ല കളി ഗുഡ് ഗെയിം ബാക്കിൽ ഒന്നും ഇരിക്കരുത് കേട്ടോ അപ്പ് മൈക്കിലപ്പ് വേണോ ഫിഫ്ത്ത് വെരി ഗുഡ് ട്രൈ ലേസനെ കപ്പടിക്കോ ഏയ് നിക്ക് സൗണ്ട് അവിടെ വിച്ചോ കസാരമെന്ന് കൈ വിടണം എന്തായി ആരാണ് ആര് ഉറപ്പാണോ ഒരു മിനിറ്റ് വീഡിയോ നോക്കണോ ആരയിച്ചേ ഉറപ്പാ സെറ്റ് ഓക്കെ എന്താണ് എതിരാളിനോട് പറയാനുള്ളത് ഒന്നും പറയാനില്ല എന്താണ് പറയാനുള്ളത് എതിരാളിനോട് ഒന്നുമില്ല എന്നാ സ്റ്റാർട്ട് ചെയ്തോളി സ്റ്റാർട്ട് തിരിഞ്ഞു കാണണ്ടോ പോട്ടെ യാള വെട്ടിച്ചോടി ഹലോ വെട്ടിച്ചോടി മോനെ ഓടി മറ്റോളെ വെട്ടിച്ചു തിരിഞ്ഞിക്ക് സെക്കൻഡ് പ്രൈസ് അടിപൊളി വിന്നർ എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല ജയിച്ചിട്ട് ഒന്നും പറയാനില്ല മൂന്നാം സ്ഥാനം ലൈസലല്ലേ തേർഡായി എനിക്ക് എന്താ പറയാനുള്ളത്
ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല. നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ എന്താ അത് ആര് ജയിച്ചെന്ന് എന്താ ശരിയാക്കിയിട്ടില്ല. നമുക്ക് റീപ്ലേ നോക്കി ലാസ്റ്റ് അവസാനം നമ്മള് എനിക്ക് ഇന്റെ വേറെ സർപ്രൈസ്. അടുത്ത ഉമ്മമാരെ മത്സരം അല്ലേ? അടുത്തതായി കുടുംബത്തിലെ നടുന്തൂണായ അതായത് ഉമ്മമാരൊക്കെ ഉള്ള കസേരക്കളി. വരി ആ പേര് വിളിക്കാം. ആദ്യം സാജുത്തുമ്മ ആദ്യം തന്നെ കസാല പോയിരുന്നു കേട്ടോ. അടുത്ത സീനുത്തുമ്മ, പിന്നെ തൈലിയത്ത ഓ സെറ്റ് അനീഷുമ്മ അനീഷത്ത കമിയർ യെസ് ഹബീബി. അടുത്ത നിഷ അതിന്റെ ഉമ്മല്ലേ വരി. ഇതൊന്നും വായിച്ചല്ലേ ഇത് സെറീന കമോൺ. ഓ ഫുൾ ആവേശം. അടുത്ത സെമീർ മാമി വെരി ശ്യാമനും വേട്ടോ. എന്താണ് എന്ത് പറയുക? ബാക്കി മുഫിദീദി എവിടെ? മുഫിദീദി യെസ് വെൽക്കം ടു ദ സ്റ്റേജ്. അടുത്തതായി മുഫിദീദി. അല്ല എന്നെ കൊണ്ടുവരാ. കൊണ്ടല്ല ഉമ്മമാരൊക്കെ റെഡി ആക്കി. ഫസ്റ്റ് ഇരുന്നാലും കിട്ടും കേട്ടോ. ഫസ്റ്റ് പ്രൈസ് നമ്മള് ഫസ്റ്റ് പ്രൈസ് ബാക്കിൽ നിന്നാണ് കണക്കൂട്ടുന്നത്. ബാക്കിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കണക്കൂട്ടുന്നത്. ഫസ്റ്റ് എന്തെങ്കിലും പറയണോ? അത്രേ ഉള്ളൂ സുഹൃത്തുക്കളെ. തേർഡ് ലാസ്റ്റ് മത്സരം കാണിച്ചു കൊടുക്കും ഇമ്മമാരെ. ബാക്കിയുള്ള നോക്കട്ടെ ആലോചിച്ച് ഗുഡ് ട്രൈ. ഡോണ്ട് ട്രൈ അഗൈൻ. കൊറേ നേരമായി നിക്കണ അതുകൊണ്ടാ. ഓ മൂന്നാളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. എന്തായാലും അത് കണ്ടു. സാജീവത്തുമ്പോ വൻ നോട്ടാട്ടോ കസാര. നമുക്ക് എങ്ങനെയും ഫസ്റ്റ് അടിക്കണം എന്നുള്ളൊരു ഒരു യെസ് മുത്തുബ വെരി ഗുഡ്. തേർഡ് ഫസ്റ്റ് പ്രൈസിനുള്ള മത്സരം. ഇതൊന്നും കയ്യേക്കരുത് കേട്ടോ. സുഹൃത്തുക്കളെ അതിനിടയ്ക്ക് കുറെ ഷൂട്ടൊക്കെ മിസ്സായി. എന്നാൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും അവതരിപ്പിക്കുന്നത് ലെമൺ സ്പൂൺ. ഉമ്മമാരുടെ ലെമൺ സ്പൂൺ നോക്കി കാണിച്ചു കൊടുക്കി. ഇങ്ങോട്ടോ സ്റ്റാർട്ടായില്ലേ? അത് സീനമുത്തമ്മ തൈലിയാത്ത എല്ലാരും റെഡിയാണ്. ഫിനിഷിങ് എവിടെ? അല്ല നിക്ക് ഇവിടെ അല്ലേ ഫൈനലി? ഇവിടെ അല്ലേ ലൈന്? ഇങ്ങോട്ടോ കടന്നു മോനെ. എന്ത് വരവന്ന് മോനെ, വൻ വരവ്. ഒറ്റ റൗണ്ടുള്ളൂ. എന്ത് പോക്ക് വൈമ. ഇതിന് മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ? എവിടെ? ഞങ്ങളെ സംഘടനയില് അതിൽ ഫസ്റ്റ് കിട്ടി. ഓ വെറുതെ ഒരു എക്സ്പീരിയൻസ് ഉള്ള സംഭവം കാണുന്നുണ്ടായില്. അടുത്ത ഗേൾസിന്റെ മത്സരം. സെറ്റല്ലേ? റെഡിയല്ലേ? കോക്കോ കളിന്റെ എന്നാ മതിയോ? ഒരു എറിഞ്ഞു കൊടുക്കട്ടെ. തണ്ടെത്തുവോ? യെസ്. നിക്ക് റനൊക്കെ നാരങ്ങ ഞെക്കിട്ടാട്ടോ വെച്ചള്.
ഹലോ ഹലോ ആ സ്റ്റാർട്ടായിട്ടാ വേണ്ട ആ ഇല്ല ഇത് അവതാ ചിരിപ്പിച്ചെടുത്ത ദവാ സ്റ്റാർട്ട് ചെയ്തോ റെഡി റെഡി ശ്യാമോ മിസ് വിളിച്ചാല് റിസോഴ്സിന് ജയിച്ചു അയ്യോ മറ്റേ എല്ലാരും ഓടിച്ച് അവസാനം വന്നു വിജയിച്ചു. പക്ഷേ സ്പൂണ് അല്ല അത് വീണ് എന്താണ് നാരങ്ങ വീണ് ഇതില് ട്രയലില്ല. അതില് റിസ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല, അപ്പൊ അതിന് സാധനം വീണു. ഇത് ഏതാ കുറച്ച് ഡോൺ ടീം അതിന്റെ മൂലൊക്കെ ഞാൽക്കാണോ പറയുമ്പത്തേ കണ്ടുണ്ടോ ജി? താങ്ക് യു. ഹായ് കൊടുക്കി. ഇതേത്ര ഡോൺ ടീം? ഏയ് ബോസ്, അറിയോ? അതേതാ ബോസ്? ഡോറക്കാൻ പോലും അറിയാത്ത എന്ത് പരിപാടി ഇതിനുള്ളിൽ? ബൈ ബൈ. ഞാനുണ്ടോ? ബൈ ബൈ ബൈ. അടുത്ത നമ്മളെ മത്സരം. അതെ കാല് ഇങ്ങനെ ആക്കി പോണം. ഇന്നലെ ഒരു കളി തോറ്റെങ്കിലും ആ ഉമ്മ പറഞ്ഞേ. സ്പൂൺ ഇതില് പിടിക്കുക, ഇതിലോ സെന്ററില്. എന്നിട്ട് സ്പൂണിനെ ആദ്യം ബാലൻസ് ചെയ്യാ, എന്നിട്ട് നാരങ്ങ എന്താണ് ആ റൗണ്ട് അല്ലാതെ കറക്റ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മള് അതില് ബലം പിടിച്ചിട്ട് ഇവിടെ ഇളകാതെ അടി കൂടെ വെക്കുക. അപ്പൊ പറഞ്ഞ പോലെ കാല് മൂവ് ചെയ്യാ, പക്ഷെ ഇവിടെ മൂവ് ചെയ്യരുത്. ഞാനില്ലേ ശ്യാമല്ലേ അങ്ങനെ സെന്റർ ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കല്ലേ ശരി. അപ്പൊ ഞാൻ പിന്നെ ഫസ്റ്റ് അടിക്കാം. എന്താ ഒന്നുകൂടി പോട്ടെ. നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് സപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ട്. കപ്പടിച്ചില്ലല്ലോ മക്കളെ. പൊന്തിക്കരുത്. എന്നിട്ട് അത് ബലം പിടിച്ചു അടിയില്. ഓ എങ്ങനെ കപ്പൊഴിക്കാം. പോയിന്നോ? അതല്ല പറഞ്ഞത് ഞാന്. ഇതിങ്ങനെ ഈ ഭാഗം വെക്കുക, ഇത് സ്പൂണ് ചരിച്ചിട്ടായിരിക്കുന്നു. ആ നീ പിടിച്ചു. കസേരകളിൽ നമ്മൾ സ്കൂൾ അടിച്ചു. എന്താണ് കണക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സുഹൃത്തുക്കളെ, മിജുബായി കളത്തി കയറിണ്ട് കേട്ടോ. ഇമ്മതാ മിജുബായിക്ക് ട്രിക്ക് പറഞ്ഞു കൊടുക്കണേ ജയിക്കാനുള്ളത്. ഇപ്പൊ എന്താ അവസ്ഥ നോക്കാം. മിജുബായി സെറ്റ് അല്ലേ? മിജുബായി എങ്ങനെയും ജയിക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കണം കേട്ടോ. എടാ ആദ്യം സ്പൂൺ വെക്ക്, എന്നിട്ട് നാരങ്ങ വെക്ക്. രണ്ടും പിടിച്ച് വെച്ചാൽ എങ്ങനെ ആവുക? ഇടത് നിന്നും നിക്ക്.
ഫസ്റ്റ് അടിച്ചോ മിജുബായി പോരെ അടിപൊളി അതന്നെ അടിപൊളി ഒരെണ്ണം തോപ്പിച്ചു അടിപൊളി ജോസ് അടിച്ച് ഓ സെക്കൻഡ് ആരാ ജിയോ സെക്കൻഡ് ഓ വരി വരി ഉമ്മ അയ്യ ശരി വരെ ഡിസ്കഷൻ ഇതുവരെ കഴിഞ്ഞില്ലേ ആ ഇതെന്താ മിജു ആ എല്ലാരും സുന്ദരിയുടെ തലേ തൊട്ടോ മിജു പോയി കൗളി തൊട്ടോ ബാക്കി എല്ലാരും ഇവിടേനു ഇതാരാ ഒരു മൂലക്കൊട്ടികള് ഉമ്മേ ഐ അത് പൊളിച്ചു അപ്പൊ വരി 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 സമ്മാന അപ്പൊ നിഹാൽ ഫസ്റ്റ് അത് ഏതിനു ആദ്യമായി ചെറിയ കുട്ടികൾക്ക് കൊടുക്കുക കസാലകളിൽ ഫസ്റ്റ് എടുക്കുക ചെറിയ കുട്ടികൾ അപ്പൊ ഇജി കളഞ്ഞ ജി ഓക്കെ ആദ്യമായി കിഡ്സില് കസാലകളി ഫസ്റ്റ് ഉള്ളത് ഷിൽന എല്ലാരും കൈ അടിക്കട്ടോ ഷിൽന എവിടെ ഷിൽന ഷിൽന എല്ലാ ഫസ്റ്റ് പ്രൈസിനും വിളിക്ക് എന്നിട്ട് കൊടുത്താ പോരെ സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ആമി ആമി പ്രൈസ് പ്രൈസ് ഏയ് അതൊന്നും ഏയ് ഇതൊന്നുമില്ല ഏയ് ആ പിള്ളേർക്ക് ഹാപ്പിനെസ് ഒന്നുമില്ല ഈ കാക്കമാര് മഞ്ചാണ് വന്നത് ഈ മൂടുകളല്ലേ എന്താണ് പറയാനുള്ളത് ഒന്നും പറയാൻ തിന്നുകയും ചെയ്യട്ടോ ജി സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ആണോ ഒന്നും കൂടി വേണം അല്ല ഇനി പ്രൈസ് നോക്കി ആർക്കും കിട്ടില്ല എല്ലാവർക്കും കൊടുക്കാം എല്ലാവർക്കും കൊടുക്കുന്നതാണ് പങ്കെടുത്ത എല്ലാവർക്കും സൗണ്ട് ഇപ്പോഴും റെഡിയില്ല പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ വക സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഇതൊന്ന് പിടിക്കോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത്രയും വയ്യാഞ്ഞിട്ടും ഇനിയിപ്പോൾ ഞാൻ ദുബായ് പോയി കഴിഞ്ഞാൽ 20 ദിവസത്തിന് ശേഷം വരുള്ളൂ അപ്പോൾ അതിന് മുമ്പ് വ്ളോഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ വിചാരിച്ചു അല്ലെങ്കിൽ നമുക്കും നിങ്ങളെ മിസ് ചെയ്തു നിങ്ങൾക്ക് നമ്മളെ മിസ് ചെയ്തെന്നറിയാം ഒരു 2 കൊണ്ടേ ഗ്യാപ്പിൽ മിജോ ആ ഓർഡർ 2 കൊണ്ടേയില്ലേ സ്പൂൺ റൈസ് ഫസ്റ്റാ എനിക്ക് എതിരെ ഫസ്റ്റ് തൊള്ളപൊളിക്ക് ഫസ്റ്റ് കൊണ്ടേ ആ ഫസ്റ്റ് തോറ്റല്ലോ എടാ മുട്ടായിക്ക് എല്ലാവർക്കും കൊടുത്തോ കുഴപ്പമില്ല ഫസ്റ്റ് പ്രൈസ് ഒന്നും വേണ്ട ഫസ്റ്റ് പ്രൈസ് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കാം എടാ ഒന്ന് കൊടുക്കുക എല്ലാവർക്കും ഉണ്ടാവില്ല എനിക്ക് കിട്ടിയില്ലേ ആ കൊച്ചുമാക്ക് സെക്കൻഡ് എവിടെ ഏതാളെ ആ മുത്തിന് കൊടുത്തില്ല അതാ ഫസ്റ്റ് 2 വേണോ അല്ലാ തീർന്നു അന്ന് ഉമ്മച്ചി കൊടുക്കണ്ട കേട്ടോ ഉമ്മച്ചി കൊടുക്കും ഏ റീത ഒന്ന് കൊണ്ടേ ഇനി 2 കിട്ടാതെ കുട്ടികളുണ്ടെങ്കിലോ ഇന്നതല്ല എല്ലാരും കൂടി കൊടുത്തോ ആര് അടുത്തില്ല മഞ്ചിരുന്നു ഇനി വാഴക്കൊലത് വാഴ വെച്ച് കൊടുക്കാം പഴം എന്ത് മുണ്ടടങ്ങ ഒന്നുമില്ല കൈ മുണ്ട എന്തുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാം പഴം അപ്പൊ വരും അപ്പൊ സുഹൃത്തുക്കളെ അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഇതോടെ അവസാനിക്കാണ് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ വ്ളോഗ് ഭയങ്കര വലിയ വ്ളോഗ് ആയിരുന്നു അപ്പൊ ചെറുതാക്കിയിട്ട് അടുത്ത്
പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കസാലക്കളി ഫുള്ള് സീന് കസാലക്കളി അതായത് കിട്ടിയില്ല നമുക്ക്, സ്റ്റോറേജ് ഫുള്ളായ കാരണം അങ്ങനെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വ്ളോഗ് ഉണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും വ്ളോഗുകളുമായി നമ്മൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാരണത്താലാണ് എനിക്ക് വ്ളോഗ് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അനുവിൻ്റെ ഒപ്പം പരിപാടിക്ക് പോയിരുന്നു ഫുൾ ടൈം. കുറേ അനുവിന് ഓരോ ദിവസം തോറും ഇങ്ങനെ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് വീട്ടിലെത്തിയപ്പോൾ ഞാൻ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞാൽ യൂട്യൂബിലുള്ള എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വീട്ടിൽ വരുമ്പോൾ എന്തായാലും വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ വന്നു, വ്ളോഗ് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ എന്നും കൂടെ ഉണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പോൾ സൗണ്ടൊന്നും റെഡി ആയിട്ടില്ല, സൗണ്ട് റെഡി ആവണുള്ളൂ. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ സൗണ്ട് കരകരപ്പ് നേരത്തെ ഉണ്ടായിരുന്നു, മൊത്തം അതൊക്കെ റെഡി ആക്കണം. അപ്പോൾ ബൈ ബൈ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓണാശംസകൾ പറയാൻ പറഞ്ഞു. എല്ലാവർക്കും ഓണാശംസ. ഓണ ആശംസകൾ.